സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ പോകുന്ന ഒരു വീഡിയോ ആണുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം മധുരയിലാണുള്ളത്. മധുരയിലുള്ള ശ്രീകൃഷ്ണൻ ജനിച്ചെന്നറിയപ്പെടുന്ന ആ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട്. ഇത് വളരെ വൃത്തികെട്ട വെള്ളമാണ്. അവിടുത്തെ ഓടയൊക്കെ നിറഞ്ഞ് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു. ഞങ്ങൾ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഇങ്ങനെ വെള്ളമൊക്കെ പൊന്തിയിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോനാണ് പോയത്. പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോനാണ് പോയത്. ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ സ്റ്റാൾ കെട്ടിയിട്ട് അതിനകത്തുനിന്ന് ഈ വരുന്നവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ ശ്രീകൃഷ്ണൻ്റെയും രാധേൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാളിലൊക്കെ ഇങ്ങനെ പാട്ട് വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ആളുകൾ. ശ്രീകൃഷ്ണ ജയന്തി ഇവിടെയുള്ള ആളുകൾ നല്ല രീതിയിൽ ആഘോഷിക്കും. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഇവിടെ അടുത്ത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഓട്ടോ ഇറങ്ങി ഒരു റിക്ഷയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജന്മഭൂമിയുടെ ഫസ്റ്റ് ഗേറ്റിലെത്തിയിട്ടുണ്ട്. അവിടെ അവർ ഗേറ്റ് ക്ലോസ് ചെയ്ത് ആൾക്കാരെ തിരക്കായതുകൊണ്ട് ഫസ്റ്റിലുള്ള ഗേറ്റ് ക്ലോസ് ചെയ്ത് ഇനി അപ്പുറത്ത് വേറെ ഗേറ്റ് 4 ഗേറ്റ് എങ്ങാണ്ട് ഉണ്ട് അവിടെ. അപ്പം അടുത്ത ഗേറ്റിൽ പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഗേറ്റിലൂടെ ആൾക്കാരെ കടത്തി വിടാത്തത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അടുത്ത ഗേറ്റിലോട്ട് പോയി. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. രാധേൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ വേഷം കെട്ടിയിട്ട് ആൾക്കാർ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റോഡൊക്കെ ഫുൾ ബ്ലോക്കായിരുന്നു ആൾക്കാരെ കൊണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ കുറേ തീർത്ഥാടകരൊക്കെ വരുന്ന ദിവസമാണ് അവിടെ. ഭയങ്കര തിരക്കായിരുന്നു. അല്ലാത്ത സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്ക് തന്നെയുണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പ് 2 തവണ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്യൂ ആണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ എന്താ പറയുക പൊട്ട് കുത്തിത്തരും നമ്മളെ നെറ്റിൽ. അവർക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്താൽ മതി. അവർ നമ്മളോട് ചോദിക്കാതെ തന്നെ നമ്മളെ നെറ്റിയിൽ കൊണ്ട് പൊട്ട് വയ്ക്കും.
അങ്ങനെ ഞങ്ങൾ ക്യൂവിലെത്തി നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ പിന്നെ കുറേ മുന്നോട്ടൊക്കെ പോയി നോക്കി കയറാൻ പറ്റുമെന്ന്. ഇല്ല, പിന്നെ ഭയങ്കര തിരക്കായത് കാരണം ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല. ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് അതിനുള്ളിൽ കയറാൻ നിന്നാൽ കുറേ ലേറ്റാവും, രാത്രിയാവും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഹോളി ഗേറ്റിൽ പോയി. അവിടെ ഹോളി ഗേറ്റിൻ്റെ അവിടെ ഈ ഘോഷയാത്രയൊക്കെ ഉണ്ടാവും ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അവിടെ. പിന്നെ ദ്വാരകാധീശ്വർ ടെമ്പിളിലും പോയി, വിശ്രം ഘാട്ടിലും പോയി. അവിടെ വിശ്രം ഘാട്ടിൽ യമുന ആരതി ഉണ്ടാവും, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉണ്ടാവും. അപ്പം ഞങ്ങൾ അത് കാണാമെന്ന് വിചാരിച്ച് തിരിച്ച് അവിടേക്ക് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇവിടെ വഴിയോരത്തൊക്കെ കുറേ കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഞങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കി. പൂരിയും കറിയുമാണ്. പിന്നെ എല്ലാം ഉണ്ട്. കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വെള്ളം കൊടുക്കുന്നതുണ്ട്, പിന്നെ നമ്മളെ ചോറ് ഉണ്ട്, പലതരം ഫുഡും കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റാളുകളിൽ. ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ച്. ഈ പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ സ്റ്റാൾ വെക്കുന്നത്. ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഹോളി ഗേറ്റിലേക്ക് പോയത്. ഇത് കഴിഞ്ഞ വർഷത്തെ ജന്മാഷ്ടമിക്ക് ഞങ്ങൾ മധുരയിലുള്ളപ്പം അവിടെ നിന്ന് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ, ഈ വർഷത്തെ അല്ല. ഇത് ശ്രീകൃഷ്ണൻ ജനിച്ച വളർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. എപ്പോഴും തിരക്കാണ് ഇവിടെ. മധുരയിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഈ വൃന്ദാവൻ, പ്രേം മന്ദിർ ഒക്കെ ഈ മധുരയിലാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും തിരക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭയാത്രേൻ്റെ കൂടെ കൃഷ്ണനും ഗോപികമാരെയൊക്കെ വേഷം കെട്ടി കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും കാണാറില്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴും അതൊന്നും കണ്ടില്ല. ഇവരിങ്ങനെ വണ്ടിയിൽ കൃഷ്ണൻ്റെയും രാധേൻ്റെയും വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണ് അലങ്കരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുതിരയും ഒട്ടകവും ഒക്കെ ഉണ്ട്. ഞങ്ങളതൊക്കെ കുറച്ച് കണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് അത് ദ്വാരകാധീശ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നന്നായിട്ട് കാണാം. അപ്പോഴേക്ക് ഇവിടെ വിശ്രാംഘട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ പോയി വരുമ്പോഴേക്കും ഈ ഘോഷയാത്രയ്ക്ക് പോയി കഴിഞ്ഞു. എന്നാലും വഴി വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. നല്ല രീതിയിൽ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തുമ്പോഴേക്കും ആ ഘോഷയാത്ര പോയി കഴിഞ്ഞു. ഇതാണ് ഹോളി ഗേറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.